ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് രാവണപ്രഭു. ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായി തിയേറ്ററെത്തിയ ഈ സിനിമയിൽ ഇന്നസെന്റ്, രേവതി സിദ്ദീഖ്, വസുന്ധര ദാസ്, മനോജ് കെ ജയൻ, ജഗതി ശ്രീകുമാർ, സായി കുമാർ, അഗസ്റ്റിൻ എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ഇന്നലെ ഒക്ടോബർ 10 വെള്ളിയാഴ്ച ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം വരവിലും ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയെ പോലെ തന്നെ രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 70 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 60-65 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 1,35 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. മൂന്നാം ദിവസമായ നാളെ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ വിളുന്ന പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 28 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മൂന്നാം ദിവസമായ ഞായറാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുന്ന ഈ സിനിമയ്ക്ക് കേരളത്തിലും വമ്പൻ തരംഗമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിത്രം തിയേറ്ററിലെത്തി 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,10 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യ 9 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 35,25 ലക്ഷം രൂപയാണ്. എന്നാൽ രണ്ടാമത്തെ ശനിയാഴ്ചയും 10-ാം ദിവസവും കൂടിയായി ഇന്ന് ഈ സിനിമയ്ക്ക് കേരളം ഉൾപ്പെടെ എല്ലാ മേഖലയിലും കളക്ഷൻ വർധന ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 3-3.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 38-39 കോടി റേഞ്ചിലാണ് 10 ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 9-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കർണാടകയിൽ കളക്ട് ചെയ്തത് 9,50 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 9 ദിവസം കൊണ്ട് 140,25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കർണാടക കളക്ഷൻ. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 78 കോടി കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 39 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 138 കോടി ഉൾപ്പെടെ 430 കോടി രൂപയാണ് ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 9 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 78 കോടി രൂപയാണ്. ടോട്ടൽ 508 കോടി രൂപയാണ് ഈ സിനിമ 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 10-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 50-55 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 560 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. കല്യാണി പ്രദർശൻ, നസ്ലൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കരും തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത പാൻ ഇന്ത്യൻ മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ചിത്രത്തിന്റെ 45-ാം ദിവസം കൂടിയായ 7-ാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് കടന്നുപോകുന്നത്. ചിത്രം 44-ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 17,25,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 44 ദിവസം കൊണ്ട് കേരളത്തിൽ 120,06 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 45-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 20-25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 45 ദിവസം കൊണ്ട് കേരളത്തിൽ 120,30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതുപ്രകാരം ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 299,55 ലക്ഷം രൂപയാണ്. ഇന്ന് വേൾഡ് വൈഡ് കളക്ഷനായി 30 ലക്ഷം പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നാളെ 46-ാം ദിവസമായ ഞായറാഴ്ചയോടെ ഒഫീഷ്യലായി 300 കോടി ക്ലബിൽ എത്തപ്പെടുന്നതാണ്. അതേസമയം പ്രമുഖ ട്രാക്കറായ സാക്കിനിക്കിന്റെ കളക്ഷൻ ഡാറ്റ പ്രകാരം 45-ാം ദിവസം എന്ന ശനിയാഴ്ചയോടെ 301 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കാട്ടാളൻ. മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ 5 ഭാഷകളിലായി തിയേറ്ററെത്തുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കുറച്ചു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. തെലുങ്ക് താരം സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, രജീഷ വിജയൻ, ബേബി ജീൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. നിവിൻ പോളിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒട്ടനവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സർവമായ എന്ന സിനിമയുടെ ടീസർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമയുടെ വിതരണം സെൻട്രൽ പിക്ചേഴ്സും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ AP ഇന്റർനാഷണലുമാണ്. ഹോം സ്ക്രീൻ ഇന്റർനാഷണലാണ് സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-നാണ് ഈ സിനിമയുടെ റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തമിഴിലും മലയാളത്തിലും നിർമ്മിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയുടെ പോസ്റ്റർ ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. നിവിൻ പോളി നായകനാകുന്ന ഈ സിനിമ ജോർജ് ഫിലിപ്പ് റോയി, സന്ദീപ് കുമാർ എന്നിങ്ങനെ 20 ചേർന്നാണ് സംവിധാനം ചെയ്യുന്നത്. രാഘവ ലോറൻസിനൊപ്പം നിവിൻ പോളി അഭിനയിക്കുന്ന ബെൻസ് എന്ന തമിഴ് ചിത്രത്തിന്റെ പോസ്റ്ററും ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. ലോകേഷ് കനകരാജിന്റെ കഥയെ ആസ്പദമാക്കി ഭാഗ്യരാജ് കണ്ണനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. മാജിക് ഫ്രെയിംസിന്റെ പാനൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന സിനിമയുടെ പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട്. നിവിൻ പോളി നായകനാകുന്ന ഈ സിനിമ അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ബോബി സജ്ജയ് എന്നിവരാണ്. ലിജോ മോൾ ജോസ്, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ എന്നിവരാണ് മറ്റ് താരങ്ങൾ. ദിലീപ് നായകനാകുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോകുലം മൂവീസ് നിർമ്മിച്ച് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ റിലീസിംഗ് ഡിസംബർ 24-ന്, അതായത് ക്രിസ്മസ് റിലീസായാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.